എന്താ സംഭവിച്ചത്? ഒരു നല്ല പാർട്ടി നടത്തുക, അതിൽ ഡിന്നർ വെക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, അതിനകത്ത് ഗെയിംസും ഉണ്ടാവണം. ഗെയിംസ് എന്ന് വെച്ചാൽ അത് സാധാരണ ഗെയിംസ് ആയിരിക്കാൻ പാടില്ല, ഈ ബാസ്കറ്റ് ബോൾ പോലെ ആയിരിക്കണം. അതാണ് നല്ലത്. എനിക്കറിയാം, എന്നാലും നിനക്ക് വേണ്ടി നല്ലൊരു പാർട്ടി ചെയ്യാം. നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ഇവക്കിത് എന്ത് പറ്റി? അവന്റെ പിറകെ നടക്കുകയാണല്ലോ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും വലിയ മാനക്കേടാവും. പാർട്ടിയിൽ വരുന്ന എല്ലാരും ചിരിക്കുകയും ചെയ്യും. നിന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എന്താവുമെന്ന് നീ തന്നെ ആലോചിച്ച് നോക്ക്. അതോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ആദ്യം ഞാൻ മ്യൂസിക് ഇടാം, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നീ പറയുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ഫോർമുല ക്വസ്റ്റൻ ആയിരിക്കാൻ പാടില്ല. ഇത് വളരെ ട്രഡീഷണൽ ആയിരിക്കണം. എങ്കിലേ വരുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുകയുള്ളൂ. ഈ മ്യൂസിക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡാൻസ് കളിക്കുമ്പോഴും നീറ്റ് ആയിരിക്കണം. ഇത് തീർച്ചയായും എന്റെ തെറ്റ് തന്നെയാ. ഈ ഡാൻസ് നിനക്ക് അറിയാമോ ഇല്ലയോ എന്നറിയാതെ നിന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലേ, അത് എന്റെ തെറ്റ് തന്നെയാണ്. എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നു. എന്തൊക്കെയാ വിളിച്ച് പറയുന്ന സാം? ബിവർലി ഹിൽസില് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എന്റെ വിഷമം പറയുമ്പോ എന്നെ കളിയാക്കുകയാണല്ലേ? എനിക്ക് ഡാൻസ് അറിയില്ലെന്ന് പറഞ്ഞ അവൻ പോയില്ലേ? ഞാൻ ആരാണെന്നുള്ളത് അവന് കാണിച്ചു കൊടുക്കാം. അതുവരെ എനിക്ക് വിശ്രമമില്ല. ഒരു കാര്യം മറക്കരുത് സമന്ത, ഒരു പാർട്ടി വെക്കുക എന്നത് സിമ്പിളായ കാര്യമൊന്നും അല്ല. അത് ഒരുപാട് പഠിക്കാനുള്ളതാ. ചായ കൊടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെയും അതിൽ ശരിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് അവർക്ക് നമ്മളോട് ബഹുമാനം തോന്നണം. എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. ഞാൻ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മുഖം ഉയർത്തിപ്പിടിക്കണം. ഇങ്ങനെ, ഹലോ സാർ, കോഫി വേണോ? സാർ, നിങ്ങൾക്ക് കോഫി വേണോ അതോ ചായ വേണോ? ഒരു കണക്കിന് പഠിച്ചു വരുന്നുണ്ട്. പാർട്ടിയിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ക്യാപ്പ് ഉണ്ടാവണം. അതിനാണ് ബഹുമാനം. ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നീ ഇത് തലയിൽ വെക്കൂ. ഇവളെന്തിനാ ഇപ്പൊ മാനേഴ്സ് ഒക്കെ പഠിക്കാൻ പോകുന്നത്? ഇതിന്റെ ആവശ്യമുണ്ടോ? വേറെ പണിയില്ലേ? ശരിയാ നീ പറഞ്ഞത്. നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് സമമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓറഞ്ച് ഗാർലിക് ടീ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുണ്ടോ? എന്തു പറ്റി? ഇവര് മൂന്നുപേരെയും കാണുന്നില്ലല്ലോ. ഗേൾസ്, മുഴുവനും പഠിപ്പിച്ച് തീർന്നില്ല. അതിനോട് നിങ്ങൾ എങ്ങോട്ട് പോയി? ആദ്യം അതൊക്കെ അങ്ങ് പിടിക്കേ. ഗേൾസ്, കൊള്ളാം. നിങ്ങളും മര്യാദ ശീലിക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ ചായ കുടിക്കണമെന്ന് വിചാരിച്ച അതിനുള്ളിൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ മാനേഴ്സ് പഠിക്കുക. എന്നാലും ഞാൻ ചോദിക്കാം, സാർ ചായ വേണോ? തീർച്ചയായും വേണം. എന്റെ കോംപ്ലിമെന്റ് കേട്ടോളൂ. നിനക്ക് മറ്റുള്ളവരുടെ മുഴുവൻ മര്യാദയായിട്ട് നടക്കാൻ അറിയാം. നേരാണോ? ഞാൻ ഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നുണ്ടോ? തീർച്ചയായും. എന്റെ അമ്മയുടെ കൂട്ടാണ് നിന്റെ സ്വഭാവം. അങ്ങനെയാണോ? ശരി, ഇപ്പൊ നമ്മൾ മിഷനെ പറ്റി സംസാരിക്കാം. ഈ മിഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു പ്രശ്നമില്ലാത്തവർ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ച് അടുത്തിരിക്കുന്നവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആക്രമിക്കുന്നു. മിസ്ബിഹേവ് ചെയ്യുന്ന ഇവരെയൊക്കെ ഞങ്ങൾ തടയണം എന്നാണോ? ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതല്ലേ? അതെന്തെങ്കിലും ആകട്ടെ, ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. അവരെ തടയാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ മാൾ അവർ കത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അതെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി അവരെ രക്ഷപ്പെടുത്തണം. ഹേ ഗ്ലാഡസ്, ഇന്ന് നിങ്ങൾക്ക് ഫാഷനബിൾ ആയ ലേസർ സെൻസ് കൂടിയ ഒരു ഗ്ലാസ് ആണ് തരുന്നത്. ഒരു നെയിൽ ബാർ ഉണ്ട്, പിന്നെ ടൊണാൻഡോ ഹെയർ ഡ്രസ്സറും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് ഞാനിത് കണ്ടുപിടിച്ചു. അതീവ ശക്തിയുള്ള ലേസറെ പോലും തടയാൻ പറ്റിയ ഒരു സാധനമാണ്. ഏകദേശം ഒരു ബുള്ളറ്റ് പ്രൂഫും കൂടിയാണ്. ഇത് നിങ്ങളെ സഹായിക്കും. റൈറ്റ് ഗേൾസ്, സമയം കളയണ്ട, പെട്ടെന്ന് പോകൂ. ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയല്ല പോകുന്നത്, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളെത്താൻ വൈകിപ്പോയെന്ന് തോന്നുന്നു. എല്ലാം കത്തി ചാരമായിപ്പോയി. ഇവിടെ പുതിയ പുതിയ ഓഫറിന്റെ സെയിലെല്ലാം വിട്ടിരുന്നു, എല്ലാം പോയി. ക്ലിയറൻസ് സെയിൽ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തവർ ഇവിടെ തന്നെ കാണാനാണ് സാധ്യത. പക്ഷേ എനിക്കിവിടെ ആരും കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ് നിൽക്ക്, അതാ അവിടെയുണ്ട്. അവരെ വിടാൻ പാടില്ല. നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാഷ കത്തിക്കും. ഞങ്ങൾ അടിക്കാൻ ഞങ്ങളെക്കാട്ടിലും വേഗത ഉണ്ടാവണം മോനെ.
കളിക്കുക ചെയ്യുന്നത്. ഹേയ്, എന്താ അത്? നല്ല കാര്യം ജീവനുള്ളാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ചു. ഇപ്പൊ ഈ പുലി ഉപയോഗിച്ച് ഇവന്മാരെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണം. എന്നാലേ ഞാൻ ആരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവൂ. എന്തൊക്കെ ശരീരം വലുതായാലും ബുദ്ധി ഉപയോഗിക്കണം. എന്റെ കഴിവ് എങ്ങനെയാണെന്ന് കണ്ട. ആരാ നീ? എന്തിനാ എന്നെ എങ്ങനെ വലിക്കുന്നത്? നിനക്കത് ബുദ്ധിയില്ലേ? ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ നിനക്ക്? മര്യാദയ്ക്ക് ഇപ്പൊ നീ അവളെ വിടുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ വിടാനാ പറഞ്ഞത്. എന്നെ എവിടെയാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഇടം വിടാൻ. സാം, ഒന്ന് ക്ഷമിക്കേ. എന്റെ കഴിവ് എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സാം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞേനെ. അല്ല, എനിക്കൊരു ചെറിയ സംശയം. ഇവിടെ കണ്ടവരെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ക്രോസ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അവരൊക്കെ പോയി. എന്തിനാ നീ വിഷമിക്കണേ? ഇവനൊരുത്തൻ ബാക്കിയുണ്ടല്ലോ. ഇവനിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. അയ്യോ, ഇത് നമ്മുടെ റേണ്ടയാണ്. അതെ, ഇത് അവൻ തന്നെയാ. ഇവന് പാർട്ടിക്ക് കൂട്ടിക്കൊണ്ട് പോണോ അല്ലെങ്കിൽ സൂല അടച്ചു വെക്കണോ? പറ. അലക്സ്, നീ ഇങ്ങനെയൊന്നും പറയരുത്. ഇവനെ എങ്ങനെയെങ്കിലും പഴയ സ്ഥിതിയിൽ എത്തിക്കണം. അവന് എണീറ്റു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഈ റാൻഡ് എങ്ങനെയൊക്കെ ചെയ്യുന്നോ? ഇനി കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ സ്പൈസ്. എന്തെങ്കിലും പറയാൻ വേണ്ടിയാണോ കോൾ ചെയ്തത്? പറയാനല്ലാതെ കളിക്കാനാണോ കോൾ ചെയ്യുന്നത്? എന്തായാലും കാര്യം എന്താന്ന് പറയാം. ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനാകെ മാറിയിരിക്കുക. സത്യമാണ്. സാം പുതിയ എന്തൊക്കെയോ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് സത്യമാണെന്ന്. അതൊക്കെ വിട്ടേക്ക്. ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവൻ CLAയുടെ പ്രസിഡന്റ് ആണ്. അതാദ്യം മനസ്സിലാക്ക. അത് കണ്ടില്ലേ? അവന് ഇതുപോലെ വേഗിക്കാത്തത് കഴിക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി ഞാനൊന്ന് നോക്കട്ടെ. ഈ രണ്ടാൾഫ് എന്നുള്ള വ്യക്തി മറ്റാരുമല്ല, ഒരു കേവ് മാൻ. എന്ത്? നമ്മുടെ മിഷൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവനെ ക്യാൻ മാൻ എന്നും വിളിക്കാം. ഇവന്റെ ശരീരം മൊത്തം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതിലൊരു സംശയവും. ഇവനെ ഞാൻ ഇന്നലെ കണ്ടത് വളരെ സുന്ദരനായിരുന്നു. എന്റെ സ്കൂളിൽ വെച്ച് ഇവനാണ് ഭംഗിയുള്ളത്. അതിനർത്ഥം ആരോ ഒരാള് സാധാരണക്കാരെയൊക്കെ കേവ് മാൻ ആയിട്ട് മാറ്റുക എന്നാണ്. പക്ഷെ ഇതിൽ അവർക്ക് എന്താ കിട്ടുക? നല്ല ക്വസ്റ്റ്യൻ, ക്ലവർ. നിങ്ങളുടെ അടുത്ത് മറ്റെന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഈ ആയുധമാണ് അവന്റെ അടുത്ത് ഞങ്ങൾ കണ്ടത്. ഇത് കാണുമ്പോ മോഡേൺ വെപ്പൺസിന്റെ കൂട്ടല്ലല്ലോ. ഇത് കണ്ടോ? ബെവർലി ഹിൽസ് കമ്മ്യൂണിറ്റി കോളേജിൽ ഇങ്ങനത്തെയുള്ള സാധനങ്ങളുണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്താൽ നമുക്ക് ഒരുപക്ഷെ കിട്ടും. പിന്നെന്തിനാ സമയം കളയുന്നത്? നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പൊയ്ക്കോളൂ. ഇവന്റെ ബ്രെയിൻ സിങ്കിങ് പ്രോസസിംഗ് ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ. സാം, ഇതൊക്കെ കണ്ട് നീ വിഷമിക്കണ്ട. ഇന്നലെ അവൻ നിന്നെ കളിയാക്കിയില്ലേ? അതിന് പകരാന്ന് വിചാരിച്ചോ? എനിക്കിവിടെ വരണമെന്ന് ഒരുപാട് ദിവസമായിട്ട് വിചാരിച്ചിരുന്നതാ. ഇവിടെ ഒരു കോസ്റ്റർ ഉണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹാർട്ട് എഫക്ട്സിന്റെ സ്ഥലം ഇതാണെന്ന് തോന്നുന്നത്. ആദ്യം ആ പ്രൊഫസറെ കണ്ടുപിടിക്കണം. ഇയാള് റിയൽ പ്രൊഫസർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നീ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കിയേ. ഈ പിക്ചർ സ്കോളർഷിപ്പ് വാങ്ങിക്കുമ്പോ കൊടുത്തതാന്നാ തോന്നുന്നത്. ഇതിൽ അത്ര മോശമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് പറയാൻ പറ്റില്ല. മര്യാദയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാം കീറി പോയിരിക്കുക. ഇങ്ങോട്ട് നോക്ക്. ഇത് ചെക്ക് ചെയ്തതിൽ പ്രൊഫസർ സ്കോളർഷിപ്പ് ജയിച്ച് മേടിച്ചതല്ലെന്ന്. 3ാം തവണ സ്കോളർഷിപ്പിൽ അദ്ദേഹം തോറ്റുപോയെന്നാ പറയുന്നത്. നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തെ റിജക്ട് ചെയ്തുവെന്ന്. അദ്ദേഹത്തിന്റെ കാര്യം ഓർത്ത് സങ്കടം വരുന്നുണ്ട്. ഒരു TV ഷോയില് പങ്കെടുത്തപ്പോ എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഹേയ്, ഇയാള് ഞാൻ അന്ന് മോളില് കണ്ടതാ. ഇയാള് നമ്മളെ കൂടെ വഴക്കുണ്ടാക്കിയില്ലേ? അവനും പ്രൊഫസറിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ട ഫോട്ടോ എന്തിനാ വെച്ചിരിക്കുന്നത്? എനിക്കെന്തോ സംശയം തോന്നുന്നു. മനസ്സിലാവുന്നില്ല. റിജക്ട് ആയ ലെറ്റർ എന്തുകൊണ്ടാണ് ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇത് യഥാർത്ഥ കേവ് തന്നെ അല്ല സാം, ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ഇത് കണ്ടില്ലേ? ഇതുപോലെ തോന്നുന്നു ഞാൻ മ്യൂസിയമിൽ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലം വളരെ വ്യത്യാസമായിട്ടുണ്ട്. ഇവിടെയുള്ള സ്റ്റോൺസ് പിന്നെ പെയിന്റിങ്സ് വളരെ വിചിത്രമായി തോന്നുന്നു. സാം, അവരെല്ലാവരും നശിപ്പിക്കാൻ വേണ്ടി വെപ്പൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നത്. ഈ കാലത്ത് എത്ര അഡ്വാൻസ് വെപ്പൺസ് ഒക്കെ ഉണ്ട്, എന്നിട്ട് ഇവരെന്താ ഇങ്ങനെ?
അവര് നമ്മൾ ചുറ്റി വളച്ചു. ഓക്കെ, ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമല്ല. ഈ പഴയ വെപ്പൻ കൊണ്ട് നമ്മൾ മരിക്കാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും മരിക്കില്ല, വിഷമിക്കണ്ട. പ്രൊഫസർ, ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണോ? എന്തായാലും കേവിന്റെ അകത്ത് ഇതുപോലെ ഒരു കോസ്റ്റ്യൂം പുതിയതായിട്ടുണ്ട് കേട്ടോ. സ്മാർട്ട് ആയിട്ടുണ്ട്. പ്രൊഫസർ ലിങ്ക്, ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഞാനാണെന്ന് എല്ലാരും സമ്മതിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ശിക്ഷ അനുഭവിക്കും. അതെ, എപ്പോഴും തെറ്റ് ചെയ്യുന്നവര് സന്തോഷമായിട്ട് ഇരിക്കാനേ കഴിയില്ല. ഒരിക്കൽ തീർച്ചയായും വിഷമിക്കും. ശരിയാ, ആദ്യം നിങ്ങളുടെ ഡ്രസ്സ് മാറ്റ്. എന്നാ നിങ്ങളുടെ ബുദ്ധി മാറുന്നാ തോന്നുന്നത്. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഇഞ്ഞു നോക്ക്, ആരെനിക്ക് ഓർഡർ ഇട്ടാലും അതെനിക്ക് തീരെ ഇഷ്ടമല്ല. മനസ്സിലായോ? എല്ലാവരുടെ അടുത്തുനിന്നും ഞാൻ അപമാനം സഹിച്ചു. ഇനി ഞാൻ അപമാനപ്പെടുത്താൻ പോവുകയാണ്. ഇനി എനിക്ക് അങ്ങനെ സംഭവിക്കില്ല, കാരണം റിവെഞ്ച് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? അനുവാദമില്ലാതെ എന്റെ സ്ഥലത്ത് എന്തിനു വന്നു? എന്റെ പവറും കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്മാർട്ടാകണമെന്നുള്ളതാണ് എന്റെ സ്വപ്നവും ലക്ഷ്യവും എല്ലാം. നിങ്ങളെ വെറുതെ വിടില്ല, നശിപ്പിക്കും. ഞാൻ പുതിയതായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈക്രോവേവ് മീറ്റർ. അതാണിത്. അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. എല്ലാരും ഞാൻ കേവുമാനായിട്ട് മാറ്റി ഈ ലോകത്തിനെ തന്നെ കീഴടക്കും. ഈ ഐഡിയ കൊള്ളാം കേട്ടോ. ഞങ്ങൾ 3 പേരുടെ അഭിനന്ദനങ്ങൾ. ചുറ്റിനും നോക്കൂ. ഈ കമ്മ്യൂണിറ്റി കോളേജിലുള്ള നല്ല ഭംഗിയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് സംഭവിച്ചെന്ന് കണ്ടില്ലേ? അവർ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഇതാ വരുന്നില്ലേ, ഇദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റ് ചീഫ്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ടോളൂ. ഈ ഡിവൈസിന്റെ ജംബോ വെർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബേവർലി ഹിൽസിലുള്ള ജനങ്ങൾ മുഴുവനും ശിലായുഗത്തിലേക്ക് മാറും. എന്നെ വിഡ്ഢീന്ന് വിളിക്കാൻ ഒരാൾ പോലും കാണില്ല. എല്ലാരേക്കാളും സാമർത്ഥ്യക്കാരൻ ഞാനാണ്. ആ ലിസ്റ്റിൽ നിങ്ങളും ചേരാൻ പോവുകയാണ്. നമ്മൾ കേവ് ഗേൾസായി മാറിയാലും സഹിക്കാനാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചേൽ ഇങ്ങനെയാണ്. ഓ, നിങ്ങളെ പറ്റി അവസാനം നിങ്ങൾ തന്നെ സമ്മതിച്ചു തന്നല്ലോ. പക്ഷെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പോ നിങ്ങൾ ഡൈനോസർ ജീവിച്ച കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്ന് സംഭവിച്ചതിനെ പറ്റി ഓർക്കാതെ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർക്കണം. അപ്പോഴേ നമുക്ക് എല്ലാത്തിലും ജയിക്കാൻ പറ്റൂ. മറ്റൊരു കാര്യം ഞാൻ പറയാം, നേരിടുന്നതിന് മുമ്പ് ആരോടാണ് നമ്മൾ നേരിടാൻ പോകുന്നതെന്ന് അറിഞ്ഞു വരണം. ഇവന്റെ സംസാരം കേട്ടാൽ തന്നെ നമ്മൾ മരിക്കും. കേവ് ഗേൾസ് ആയിട്ട് മാറിയ ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അല്ലാതെ വെറുതെ വാചകം അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും ചെയ്യ്. കയറ് കട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഏയ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതുപോലെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ രക്ഷിച്ചത്? അന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം രക്ഷിച്ചതൊക്കെ ശരി, ഇപ്രാവശ്യം രക്ഷിക്കേ. ഇനി നമ്മൾ ഒരു നിമിഷം പോലും സമയം കളയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ബെവർലി ഹിൽസിനെ രക്ഷിച്ചേ പറ്റൂ. ഇത് നമ്മുടെ സ്ഥലമാണ്, ഒരിക്കലും കൈവിടാൻ പാടില്ല. ഏയ്, ശബ്ദം കേട്ടോ? ആ പ്രൊഫസർ ആ മെഷീൻ യൂസ് ചെയ്യുന്നെന്നാണ് തോന്നുന്നത്. ആർക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. പക്ഷെ ആ പ്രൊഫസർ എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു പിടിയും കിട്ടുന്നില്ല. ഏയ്, അവിടെ നോക്കൂ. അവിടെ പോയാൽ തീർച്ചയായും എന്തെങ്കിലും ഒരു മാർഗമുണ്ടാവും. വാ, നമുക്ക് പോവാം. ബെവർലി ഹിൽസിലുള്ള മനുഷ്യരൊക്കെ ഇപ്പൊ കേവ്മാൻ ആയിട്ട് മാറിയെന്നാ തോന്നുന്നത്. എല്ലാവരും അല്ല, അവിടെ ഒന്ന് നോക്കിയേ. നന്നായിരുന്ന 1-2 പേരും ഇപ്പൊ മാറി. നമ്മുടെ റൂട്ടിന്റെ പുറത്ത് ഒരു ഭീകരമായ കേവ്മാൻ ഉണ്ട്. അവനെ ഞാൻ വിടില്ല. അലക്സ്, വേണ്ട, പോകരുത്. അവനെ ഞാൻ വീഴ്ത്തി. അലക്സ്, അവരെ പോലെ നമ്മുടെ എതിരകത്തുള്ളതാണ് സുരക്ഷിതത്വം. മനസ്സിലായോ? അലക്സ്, നീ വേഗം അകത്തേക്ക് വാ. നീ കേവ് ഗേളായിട്ട് മാറി വരിക. നോക്കിയത് പുറത്തു പോവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ഐബ്രോസ് ഇവിടുന്ന് പറിച്ചെടുക്കാൻ പോവാ.
എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സ്ഥലം വിടണം. അലക്സ്, നിനക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നീ ഇതിനും വിട്ടു പോവാൻ പാടില്ല, മനസ്സിലായോ? അലക്സ്, വാവ്, ഇത് വലുതായിട്ടുണ്ടല്ലോ. എനിക്കിത് വല്ലാതെ ഇഷ്ടായി. പറയും തോറും അവള് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും അത് നന്നായി. അവളുടെ കൂടെ പോകണമെങ്കിൽ നമുക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാനാകും. എന്തൊക്കെ ചെയ്താലും സ്പേസസ് നന്നാവില്ല. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, നിങ്ങൾ ഇവരെ നോക്കിക്കോളൂ. നിങ്ങളെ വിശ്വസിച്ച് ഒരു പ്രയോജനമില്ല, ഞാൻ തന്നെ നോക്കിക്കോളാം. എന്താണ് ഇവന്മാർ ഇങ്ങനെ വലിച്ചെറിയുന്നത്? ഇവന്മാര് വെറുതെ വിട്ടാൽ ശരിയാവില്ല. എന്തെങ്കിലും നമുക്ക് ചെയ്യണം. ശരിയാ, പക്ഷെ ചെറിയ കല്ലിടുന്നോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടോണ്ട് വരുന്നത്. വലുതാണെങ്കിൽ എന്ത് ചെയ്യാ? മുകളിൽ ചെന്ന് എത്തൂന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തിനു വിഷമിക്കുന്നത്? അലക്സ് നോക്കിക്ക് അവിടെ എത്താറായി. നമ്മളെ ഇപ്പൊ സഹായിക്കാൻ പോകുന്നത് അവളുടെ കയ്യിലുള്ള ആ നേസർ നെയിൽ ബൈറ്ററാണ്. ഇവിടെ നടക്കുന്നതൊക്കെ അത് ഉപയോഗിച്ച് നിർത്താൻ പറ്റും. അലക്സ്, നിന്റെ അടുത്തുള്ള ആ ലേസർ വെച്ച് ആ റൂഫ് കട്ട് ചെയ്യ്. നിന്റെ അടുത്തുള്ള ഉപകരണമാണ് സഹായമാവുന്നത്. അത് പ്രയോഗിക്ക്. വേഗം ആവട്ടെ. നോക്ക്, ആ ബോട്ട് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യ്. വേഗം ആവട്ടെ. നമ്മുടെ കഥ തീർക്കുമെന്നാ തോന്നുന്നത്. പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അലക്സ്, ബെർബം മേടിക്കാണ്. ടോട്ടലായിട്ട് അത് നശിക്കാൻ പോകുന്നു. ജെറി, നിങ്ങൾ കേവ്മാനായിട്ട് മാറിയോ? മൊത്തത്തിൽ പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് മാറിയിട്ടുണ്ട്. ടോട്ടൽ ഏരിയ മാറ്റിയപ്പോ നമ്മുടെ ഏരിയയും കുറച്ച് എഫക്റ്റ് ആയി. അതുകൊണ്ടാണ് ഞാനും മാറിപ്പോയത്. ആരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, എല്ലാരും മാറിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ തടുത്തു നിർത്തിയതുകൊണ്ട് ഇപ്പൊ എല്ലാരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് പിന്നെ അത് എങ്ങനെ ചോദിക്കണമെന്ന് അറിയുന്നില്ല. എനിക്ക് മനസ്സിലായി നീ എന്താണ് ചോദിക്കാൻ വരുന്നത്. ഇതൊക്കെ എങ്ങനെ ശരിയാവുന്നല്ലേ? ബ്രെയിൻ റിംഗ് റേസർ റിയാക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാരും തിരിച്ചു വരും. കേവ്മാനോட മെമ്മറീസ് എല്ലാം എറേസ് ആകും. ഓ, അത് ശരി. അപ്പൊ ആ റാൻഡവും നേരെയാവുമല്ലേ? ഇവർക്ക് എന്തായാലും സാരല്ല. നിനക്ക് അവന് ശരിയാവണം അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഫ്രണ്ടാ. ഗുഡ് ഈവനിങ്. എന്റെ പാർട്ടിയിൽ വന്നതിന് വളരെ സന്തോഷം. നീ വരില്ലെന്ന് കരുതി. നിങ്ങളെ ഞാൻ ഈ ഡിന്നറിന് സ്നേഹത്തോട് വരവേൽക്കുന്നു. ആ റാൻഡൽഫിന് വേണ്ടി നീ ഇത്രയ്ക്ക് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ അതല്ല കാര്യം. ആദ്യം റാൻഡ്രോസ് എവിടെയാണെന്ന് നോക്ക്. ഇതുവരെ ഞാൻ അവനെ കണ്ടില്ല. അവന് വേണ്ടിയാ ഞാൻ ഈ ചെയ്തതൊക്കെ. സത്യത്തിൽ ഈ പാർട്ടി വളരെ നന്നായിട്ടുണ്ട്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓ റാനോൾഡ്, നിനക്ക് ഈ മ്യൂസിക് ഇഷ്ടമായോ? നീ നോർമൽ ആയിട്ടുള്ള മ്യൂസിക് അല്ലേ ഇഷ്ടപ്പെടുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ അതുപോലത്തെ മ്യൂസിക് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. എനിക്കിപ്പോ ഇതുപോലത്തെ മ്യൂസിക്കാണ് വളരെ ഇഷ്ടം. കാരണം ഇതാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അടിച്ചു പൊളിക്കണം. കമോൺ, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പൊ വേണ്ട, പിന്നെ ആവട്ടെ. ഓക്കെ, ഞാൻ പോയി കളിക്കാൻ പോവാണ്. അത് കണ്ടില്ലേ, അവൻ കേവ്മാനെ പോലെയാ ചെയ്യുന്നത്. ഇനി മാറാൻ കുറെ ഉണ്ട്. അവന് വേണ്ടിയല്ലേ നീ മാറിയത്. ഇത് കണ്ടോ, ഇപ്പൊ അവന് തന്നെ മാറി. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവന് വേണ്ടി ഞാൻ എന്റെ ക്യാരക്ടർ തന്നെ മാറ്റി. ഒന്ന് ക്ഷമിക്ക്, നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. നമ്മുടെ ഡാൻസ് ലോക പ്രശസ്തമാവാൻ പോവുകയാണ്.